അച്ഛാ നമസ്കാരം. നമസ്കാരം. ആ, ഞാനിവിടെ വന്നപ്പോൾ കേട്ടത് അച്ഛൻ്റെ ശരിക്കുള്ള ഒഫീഷ്യൽ നെയിം ഫാദർ ജോൺ എന്നുള്ളതായിരുന്നു അല്ലേ? ഞാൻ ഫാദർ അല്ല കേട്ടോ. ആണോ? ആ, എൻ്റെ പേര് ആചാര്യ ആ, സച്ചിദാനന്ദ ഭാരതി എന്നുള്ളതാണ് ഇപ്പോൾ. ഇപ്പോൾ ഉള്ള പേര്. ആ, നേരത്തെ ആചാര്യ ജോൺ സച്ചിദാനന്ദ ആയിരുന്നു. ആ, അതിനു മുമ്പ് എയർഫോഴ്സിലായിരുന്നു. ഐ വാസ് എയർഫോഴ്സ് ഓഫീസർ. ആ, സ്ക്വാഡ്രൺ ലീഡർ NV ജോൺ ആ. എന്നുള്ളതാണ് എൻ്റെ ഒറിജിനലായിട്ടുള്ള പേര്. ഓക്കെ ഓക്കെ 24 ഇയേഴ്സ്. ഓക്കെ ഓക്കെ. ഞാനും IT മേഖലയിൽ ഏകദേശം 24 വർഷം വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു സിമിലാരിറ്റി തോന്നി. ഓക്കെ. അച്ഛൻ എങ്ങനെയാണ് ശരിക്കും ഒരു സ്പിരിച്വൽ മേഖലയിലേക്ക് ടേൺ ആയത് എങ്ങനെയാണ്? അതെൻ്റെ 35-ാമത്തെ വയസ്സിലാണ് ഒരു എയർ ക്രാഷ് ആ, ഉണ്ടായി. ആ, ഒരു മരണത്തിലൂടെ കടന്നുപോയൊരനുഭവം. ആ, പിന്നെ അതിനുശേഷം യേശു ക്രിസ്തുവിൻ്റെ ആ, ആദ്യത്തെ ദർശനം, പല ദർശനങ്ങളുണ്ടായിട്ടുണ്ട്. ആ, അത് എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായി മാറി. ആ, ഞാൻ ഒരു ഈശ്വര വിശ്വാസി ആയിരുന്നില്ല. ആ, ജനിച്ചു വളർന്നത് സീറോ മലബാർ കാത്തലിക് ചേർച്ച് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയോട് കൂടുതൽ താല്പര്യമുണ്ടായിരുന്നു. ആ, അപ്പോൾ ദൈവം, മതം ഇതൊന്നും എനിക്ക് താല്പര്യം തോന്നിയില്ല. പിന്നെ എയർഫോഴ്സിൽ ഓഫീസറായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ജീവിതം വളരെ രസകരമായി തോന്നി. ഗുഡ് തിങ്സ് ഇൻ ലൈഫ്. ആ, അപ്പോൾ പിന്നെ ഇതിനൊന്നും ഒരു സ്ഥാനമില്ലായിരുന്നു. ഉം, പക്ഷേ എല്ലാ വിധത്തിലും വളരെ സന്തോഷമായിരുന്നു. വളരെ സമർത്ഥയായ ഒരു ഭാര്യയെ കണ്ടെത്തി. ഒരു ഇന്ത്യൻ റവന്യൂ സർവീസ് ഓഫീസറായിരുന്നു അന്ന്. ഓക്കെ അസിസ്റ്റൻറ്റ് കമ്മീഷണറായിരുന്നു ഞങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ. ഓക്കെ. ദെൻ ഷീ ബിക്കെയിം ആ, the highest post she reached, a member of the board and special secretary to government of India. പിന്നെ അതിനുശേഷം റിട്ടയർമെൻറ്റിന് ശേഷം ഓംബുഡ്സ്മാൻ കർണാടക റീജിയൻ്റെ ഒക്കെ ആയിരുന്നു. ആ, 2 മക്കളുണ്ട്. ആ, 2 പേരും ഇപ്പോൾ അമേരിക്കയിലാണ്. ഓക്കെ. യെസ്, അങ്ങനെയൊക്കെയുള്ള ജീവിതാനുഭവങ്ങൾ. ആ, ഓക്കെ. അങ്ങനെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു എൻകൗണ്ടർ ഉണ്ടായി അല്ലേ ലൈഫിനകത്ത്? പല എൻകൗണ്ടേഴ്സ് ഉണ്ടായി. ഓക്കെ. ഇപ്പോൾ പലയിടത്തും പല ഫോട്ടോകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് ഒക്കെ ആ ഒരു ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുള്ള എൻ്റെ പുസ്തകങ്ങളും അങ്ങനെയൊക്കെയുള്ള. ഓക്കെ യെസ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ജീസസ് ക്രൈസ്റ്റുമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധത്തിനകത്ത് നിന്ന് എങ്ങനെയാണ് നമ്മുടെ ഒരു ഇന്ത്യൻ പൈതൃകവുമായിട്ട് സംസ്കാരവുമായിട്ട് കണക്റ്റ് ആകാനുണ്ടായ സാഹചര്യം? ഇതൊരു ദൗത്യം എന്നെ ഏൽപ്പിച്ചതാണ്. ക്രൈസ്റ്റ് ആൻഡ് പ്ലസ് മൈ ഗുരുസ്. ഞാൻ വളരെ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ നല്ല ഗുരുക്കന്മാരെല്ലാം കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു ജസ്റ്റിസ് ജോസഫ് വിധേയത്തിൽ എന്ന് പറഞ്ഞ് കേരളത്തിൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു കാർഡിനൽ വർക്കി വിധേയത്തിൽ. അപ്പോൾ ജസ്റ്റിസ് വിധേയത്തിലാണ് എന്നെ വാസ്തവത്തിൽ ആത്മീയതയും മതാത്മകതയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ മനസ്സിലാക്കി തന്നത്. അപ്പോൾ അത് വലിയൊരു തിരിച്ചറിവായിരുന്നു. പിന്നെ രണ്ടാമത് വന്ന ഒരു ഫാദർ ബീഡ് ഗ്രിഫിത്സ് എന്ന് അറിയപ്പെടുന്ന ഒരു ബെനഡിക്റ്റൻ സന്യാസി, ഇംഗ്ലീഷ്മാൻ. അദ്ദേഹമാണ് എന്നെ കൂടുതലും ക്രിസ്ത്യാനിറ്റി, എ ന്യൂ വിഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി, ആ ഒരു ഇതിലേക്ക് എന്നെ കൊണ്ടുവരുന്നതൊക്കെ. അദ്ദേഹത്തിൻ്റെ തന്നെ 2 പ്രധാന പുസ്തകങ്ങൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് ദ മാരേജ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ആൻഡ് എ ന്യൂ വിഷൻ ഓഫ് റിയാലിറ്റി. അപ്പോൾ ഇത് രണ്ടും എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ഗുരുവായിരുന്നു സ്വാമി രംഗനാഥാനന്ദ, രാമകൃഷ്ണ മിഷൻ്റെ ഇൻ്റർനാഷണൽ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ഞാനൊരു ഭാരതീയ അല്ലെങ്കിൽ ഹൈന്ദവ ആധ്യാത്മിക പൈതൃകത്തെ കൂടുതൽ ഉൾക്കൊണ്ടുള്ളത്. ഗീത, ഉപനിഷത്ത്, ബ്രഹ്മസൂത്രമൊക്കെ പഠിച്ച അദ്ദേഹത്തിൻ്റെ സഹായത്തോടെയാണ്. പിന്നെയാണ് ഗാന്ധിജി എൻ്റെ ജീവിതത്തിൽ വരികയും ഒരു സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ 4 പ്രധാന ഗുരുക്കന്മാർ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. 4 സ്റ്റേജുകളിലായിട്ടുണ്ട്
43 വർഷത്തോളം ഞാൻ ഈ യാത്രയിലാണല്ലോ. അപ്പം അങ്ങനെ പിന്നെ ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ നിന്നാണ് പഠിച്ചു വരുന്നത്. കാരണം കുട്ടിക്കാലം മുതലേ ഇങ്ങനെ ഒരു അന്വേഷണ താല്പര്യം എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ അങ്ങനെ സ്വീകരിക്കുന്നില്ല. എനിക്ക് തന്നെ ഒരു അനുഭവം ആകുന്നില്ല എങ്കിൽ ഒന്നും തന്നെ ഞാൻ സ്വീകരിക്കാറില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവമായിരുന്നു എൻ്റെ. അപ്പോൾ അതിൽ ഞാൻ എൻ്റേതായിട്ടുള്ള പെഡഗോഗിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റേതായിട്ടുള്ള മെത്തഡോളജി, ലീഡർഷിപ്പ് പ്രിൻസിപ്പിൾസ്, അങ്ങനെ ഒത്തിരി മോഡ്യൂൾസ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു 20-25 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എപ്പോഴാണ് ഒരു സന്യാസ ജീവിതത്തിലേക്ക് തിരിയണമെന്നുള്ളൊരു ആഗ്രഹം വന്നത്? അതിനത് തുടക്കം മുതലേ ഇങ്ങനൊരു യാത്രയാണ്. ഞാനിപ്പോൾ ഭാരത സംസ്കാരത്തിൽ ബ്രഹ്മചാര്യം, ഗൃഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം 4 സ്റ്റേജാണ് ഒരു സാധാരണക്കാർക്ക് അറിയാവുന്നത്. പക്ഷെ 5ാമതൊരു സ്റ്റേജുകളുണ്ട്, അതിവർണം എന്ന് പറഞ്ഞിട്ട്, സന്യാസത്തിന് അതീതമായിട്ടുള്ള. അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഞാൻ സന്യാസിയായിരുന്നു, കാവ്യവസ്ത്രവും എല്ലാം ഉണ്ടായിരുന്ന സ്വാമി സച്ചിദാനന്ദ ഭാരതി എന്നറിയപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ നോർത്തിലൊക്കെ കൂടുതൽ ഉണ്ടായിരുന്നു കാലത്ത്, എയർഫോഴ്സ് ബാബ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ആചാര്യശ്രീ എന്നുള്ളത് ഒരു അതിവർണാശ്രമത്തിലേക്ക് കടന്ന് 75ാമത്തെ വയസ്സിന് ശേഷം ആണ് ഇതിലേക്ക് വന്നത്. വൈറ്റ് ഡ്രസ്സൊക്കെ ഇടും. കാരണം ഈ അതിവർണാശ്രമം ഇൻ്റഗ്രേഷൻ്റെ ഒരു സ്റ്റേജാണ്. സന്യാസം റിനൗൺസിയേഷൻ്റെ സ്റ്റേജാണ്. റിനൗൺസിയേഷൻ ഒരു ഫൈനൽ ഗോളല്ല ജീവിതത്തിൻ്റെ. ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് നമ്മൾ നോക്കിയാലും ഹൈപ്പോത്തിസിസ്, തിസിസ്, ആൻറ്റിതിസിസ്, സിന്തസിസ്, ഇതാണ് ശാസ്ത്രത്തിൻ്റെ യാത്ര. അങ്ങനെ ഒരു യാത്രയാണ് എൻ്റെ പറയാം. ഓക്കെ. അപ്പോൾ ഇനി എന്താ മുന്നിലുള്ള ഇതുപോലെ അടുത്തൊരു അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ജീവിത ഉദ്ദേശമെന്നോ? അച്ചീവ്മെൻ്റ് അല്ല, ഇതൊരു യാത്രയുടെ ഭാഗമാണ്. ഇപ്പോൾ യാത്രയിൽ ഒത്തിരി മൈൽ സ്റ്റോൺസ് ഉണ്ട്. പിന്നെ ഒത്തിരി സ്റ്റോപ്സൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഫോർവേഡ്, അപ്വേർഡ്, ഗോഡ്വേർഡ്. അപ്പോൾ അതിൽ എൻ്റെ സഹസഞ്ചാരിയായിട്ട് അല്ലെങ്കിൽ എൻ്റെ മാർഗദർശിയായിട്ടുള്ളത് ക്രിസ്തുവാണ്. പിന്നെ ആ ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന ആത്മാവ്, ദാറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ ഗൈഡ് ഓൾ ദ ടൈം. അപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെയാണ് യാത്ര. ഓക്കെ. അപ്പോൾ ഞാനത് ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇന്ത്യയിൽ ഒത്തിരി സന്യാസ ജീവിതം നടത്തുന്ന ഒരുപാട് ആചാര്യന്മാരുണ്ട്, ഗുരുക്കന്മാരുണ്ട്. അപ്പോൾ സ്വാമിജി കടന്നു വന്നിരിക്കുന്നത് ശരിക്കും ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണല്ലോ. അതായത് ഒരു ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗുരുവിനെ ഫോക്കസ് ചെയ്താണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. അത് ഒരു സ്റ്റേജിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളെല്ലാം ഒരു അറിവിൻ്റെ തലത്തിൽ നിന്ന ഒരു സ്റ്റേജാണ്. പിന്നെയാണ് അനുഭവത്തിൻ്റെ തലത്തിലേക്ക് വരുന്നതൊക്കെ. അപ്പോൾ ഈ ക്രിസ്തീയ അനുഭവം എന്നുള്ളത് നമ്മൾ അതിൽ കൂടുതൽ വരുംതോറും ആഴപ്പെട്ടു വരുന്ന ഒരു ഇതാണ്. അതിനൊരു അന്ത്യമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. അതെ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവമാണ്. പിന്നെ ഒരു ഇന്ത്യൻ ഫേസ് ഓഫ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത്, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു ഭാരതീയ മുഖം. കാരണം ഞാൻ കാണുന്നത് ഈ ഇന്ത്യയിലെ ക്രിസ്ത്യൻ ഫെയ്ത്ത് ഒത്തിരി ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. വെസ്റ്റേൺ മിഷണറീസ് ഒക്കെ കൊണ്ടുവന്ന. പക്ഷേ ഭാരതത്തിൽ ക്രിസ്തുമാർഗം യൂറോപ്പ് ക്രിസ്ത്യനൈസ് ചെയ്യുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അതെ. ക്രിസ്തുമാർഗം, ക്രിസ്തു മതമല്ല. അതെ. മതം വരുന്നത് പോർച്ചുഗീസ് അവരുടെ ആഗമനത്തോടു കൂടിയാണ്. സോറി. അപ്പോൾ ഞാൻ കാണുന്നത് ഈ മാർഗം അതാണ് പ്രധാനമായിട്ടുള്ളത്. ഞാനാണ് വഴിയും സത്യവും ജീവനും, പിതാവിലേക്കുള്ള മാർഗം അല്ലെങ്കിൽ വഴി ഞാൻ തന്നെയാണ് എന്നൊക്കെ പറയാൻ സാധിച്ചു. അത് അനുഭവിച്ചറിയാനും നമുക്ക് സാധിക്കും. പക്ഷെ എല്ലാ മതങ്ങളിലും ഈ ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഞാൻ
ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിലും ഈ 4 ലോഗോ, ഓം, പിന്നെ ഇസ്ലാമിൻ്റെ, ക്രിസ്ത്യാനിറ്റിയുടെ, സിഖ് റിലീജിയൻ, ഈ 4 മതങ്ങളും ഞാൻ ജീവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ 4 മതങ്ങളിലുമുള്ള ദൈവിക സങ്കല്പത്തിൻ്റെ ഒരു ആകത്തുകയാണ് അതിൻ്റെ അകത്ത് കാണുന്നത്. ആ സെൻട്രൽ കാണുന്ന ദൈവം പ്രകാശമാണ്, ദൈവം സ്നേഹമാണ്, ദൈവം ആത്മാവാണ് എന്നുള്ളൊരു ദൈവിക സങ്കല്പം ഈ 4 മതങ്ങളിലും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതൊരു ഇൻ്റർ റിലീജിയസ് തിയോളജി എന്ന് വേണമെങ്കിൽ പറയാം. ഞാനതിന് പ്രഭു പരമേശ്വർ തിയോളജി എന്നാണ് പറയാം. കാരണം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അത് അനുസരിച്ചിരിക്കുന്ന നമ്മളുടെ ലോകവീക്ഷണം, നമ്മളുടെ സ്വഭാവം, നമ്മുടെ ബന്ധങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് യേശുദേവൻ പറഞ്ഞത്, എറ്റേണൽ ലൈഫ് ഈസ് നോയിങ് ദ വൺ ട്രൂ ഗോഡ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ഹൂം ഹി ഹാസ് സെൻറ്റ്. അതായത് ഏക സത്യദൈവത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ, എറ്റേണൽ ലൈഫ്. അപ്പോൾ ഈ സത്യദൈവത്തെ പറ്റി മനുഷ്യന് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. കാരണം നമ്മൾ ദൈവത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇപ്പോൾ എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവും പരിപാലകനും ഒക്കെയാണെന്ന് പറയുമ്പോൾ സൃഷ്ടിയെപ്പറ്റി നമുക്കൊന്നും അറിയില്ലല്ലോ. അതെ. ഇപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു ജീവിയാണ്. ഇവിടെ തന്നെ ലക്ഷത്തിൽ കൂടുതൽ ജീവജാലങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേരപ്പനാണ്, അദ്ദേഹം എപ്പോഴും പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു. ഒരൊറ്റ മണ്ണിൻ തരിയശ്ശേരിക്ക് മർത്യൻ്റെ പാണ്ഡിത്യം അറിഞ്ഞതുണ്ടോ, പരന്ന വാനിൽ പലമട്ടുവായും ബ്രഹ്മാണ്ട ചക്രങ്ങളെ എന്തു പിന്നെ. അപ്പോൾ ഒരു മണ്ണിൻ്റെ തരി പോലും നമുക്ക് ശരിക്കും അറിയില്ല, സൃഷ്ടിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ എളിമപ്പെടേണ്ട ഒരു കാര്യമാണ് ദൈവത്തെ പറ്റിയും ഒക്കെ പറയുമ്പോഴേ. നമുക്കിപ്പോൾ ഈ ലോകത്തിൽ ഇപ്പോൾ ഞാൻ 80 വയസ്സാകാൻ പോകുന്നു. ഇനിയിപ്പോൾ 10-15 വർഷത്തോടെയൊക്കെ ഇതിൽ കടന്നു പോയേക്കും, യാത്ര അവസാനിക്കാറായി. അപ്പോൾ ഈ 90 അല്ലെങ്കിൽ 95 മാക്സിമം 100 ഉത്തമ പുരുഷൻ്റെ ആയുസാണല്ലോ 100. അതെ, 100 വരെയൊക്കെ ജീവിക്കും. അപ്പോൾ ഈ 100 വർഷം ഈ ഭൂമി എന്ന് പറയുന്ന ഈ ഗോളത്തിൽ ജീവിക്കണം. അതെ. അപ്പോൾ ആ ജീവിതം ധന്യമാക്കാൻ ആവശ്യമായിട്ടുള്ള അറിവും കഴിവുമൊക്കെ മതി. എല്ലാ ജീവികളും എല്ലാത്തിനും ദൗത്യമുണ്ട്. ഈ സൃഷ്ടിയിൽ ഇപ്പോൾ നമ്മൾ ഈ ഭൂമി നോക്കിക്കഴിഞ്ഞാൽ തന്നെയും എന്തെല്ലാം ചെടികൾ, മൃഗങ്ങൾ, പക്ഷികൾ, ഇതെല്ലാം ആവശ്യമാണ്. കാരണം ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഋഷിമുനിമാർ പറഞ്ഞിരുന്നു വസുദൈവ കുടുംബകം. ഈ ഭൂമി മാതാവ് അല്ലെങ്കിൽ ഭൂമി ഒരു കുടുംബമാണ്. അവിടെ വൃക്ഷങ്ങളും പക്ഷികളും പറവകളും മൃഗങ്ങളും മനുഷ്യരും എല്ലാം ഉണ്ട്. ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്. ഇപ്പോൾ പാമ്പ് കൂടി വരുമ്പോൾ കീരി ഉണ്ടാവും, കീരി അവന്മാരെ പിടിച്ചിരുന്നു. ഇനിയിപ്പോൾ തവള കൂടി വരുമ്പോൾ പാമ്പുണ്ടാവും. എലി വന്നു കഴിഞ്ഞാലും അവിടെയൊക്കെ പാമ്പും ഇതൊക്കെ വളർന്നു വരും. അപ്പോൾ ഇതെല്ലാം പരസ്പരം ബാലൻസിങ് ഒരു മെക്കാനിസം ഉണ്ട് പ്രകൃതിയിൽ. നമ്മൾ ഈ മനുഷ്യൻ മാത്രമേ ഈ പ്രകൃതിയുടെ ഈ ബാലൻസിന്, സന്തുലിത അവസ്ഥയെ നമ്മളെ മാത്രമേ ഇതൊക്കെ നശിപ്പിക്കുകയുള്ളൂ. പിന്നെ ഒരു മൃഗങ്ങളും അവർക്ക് ആവശ്യത്തിൽ കൂടുതലൊന്നും അവിടെ ഇവിടെ പോയി ശേഖരിച്ച് വെക്കുന്നില്ല. ഇപ്പോൾ ഒരു സിംഹം തന്നെയാണെങ്കിലും ഒരു മൃഗത്തെ കൊന്ന് തിന്നാൻ വേണ്ടിയാണ് കൊല്ലുള്ളൂ. തിന്ന് വയറ് നിറഞ്ഞു കഴിയുമ്പോൾ ബാക്കി അവിടെ ഇട്ടിട്ട് പോകും. അപ്പോൾ ഈ കുറുക്കന്മാരും ഹൈനകളെല്ലാം ചുറ്റുപാടും നോക്കിയിരിക്കുക. സിംഹം വിട്ടുപോയി കഴിഞ്ഞാൽ വേണം അവർക്ക് വന്ന് തിന്നാൻ. അല്ലാതെ ഈ സിംഹം ഒന്നും പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. അത് മനുഷ്യനെ ചെയ്യുള്ളൂ. അപ്പോൾ ഈ പ്രകൃതി എപ്പോഴും ഒരു കൊടുക്കുന്ന, പങ്കുവെക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ മനുഷ്യൻ മാത്രമേ ഇതിൽ വ്യത്യസ്തമായിട്ട് വരുന്നുള്ളൂ. ഇവൻ സ്വന്തമാക്കാനും സ്വാർത്ഥതയുടെ ആ ഒരു ഇതെല്ലാം കാണിച്ച് പിന്നെ മറ്റുള്ളവരെ തട്ടിയെടുക്കാനും കട്ടെടുക്കാനും ഇതെല്ലാം ഇവനെ ചെയ്യുള്ളൂ. ഈ മൃഗങ്ങളിൽ ഒരു മൃഗം മാത്രമേ എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുള്ളൂ. അത് ഈ അണ്ണാനെന്ന് പറഞ്ഞൊരു കക്ഷിയാണ്. അപ്പോൾ പിന്നെ അവൻ ഈ അണ്ടിയൊക്കെ ഉള്ള കാലത്ത് അത് ആ മരത്തിൻ്റെ പൊത്തിൽ ഇവിടെയൊക്കെ കൊണ്ട് ഒളിച്ചു വെക്കും. പിന്നെ വർഷകാലം മുഴുവൻ തിന്നാൻ വേണ്ടിയാണെന്നുള്ളതാണ് വെപ്പ്.
പക്ഷെ ഇവന് മെമ്മറി ഇല്ല. ആ അപ്പോൾ പിന്നെ ഇവന് വിശക്കുമ്പോൾ പിന്നെ ഇവന് ഓടി കിടക്കുക, ഞാൻ എവിടെ വെച്ചിരിക്കുന്നുള്ളത്. അതുകൊണ്ടാണ് ഈ അണ്ടി കളഞ്ഞ അണ്ണാനെന്നൊരു കഥയുണ്ടല്ലോ, അത് ഇതാണ് പരിപാടി. അപ്പോൾ പ്രകൃതിയിൽ ഈ കൊച്ചു മൃഗം ഇതിങ്ങനെ പൂത്തി വയ്ക്കുന്നു, ഒളിച്ചു വയ്ക്കുന്നു, അവനത് മറന്നും പോകുന്നു. പ്രകൃതിയുടെ നിയമമാണ്. മനുഷ്യന് മാത്രമാണ് ഇതൊക്കെ. ഇപ്പോൾ ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അങ്ങനെ എല്ലാ സംഗതികളും വന്നല്ലോ. അതെ. അപ്പോൾ ഇതെല്ലാം മനുഷ്യൻ്റെ സ്വാർത്ഥതയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഉപകരണങ്ങളായിട്ട് മാറുകയാണ്. അപ്പോൾ ഒരു സ്വാർത്ഥതയൊക്കെ ഒന്ന് കുറച്ച്, അഹങ്കാരമൊക്കെ ഒന്ന് കുറച്ച് ജീവിക്കാൻ പഠിക്കുക. അതെ, സന്തോഷത്തിലായിരിക്കാം, അതിനെ പറ്റുന്ന ഉപകാരമൊക്കെ ചെയ്ത് കടന്നു പോവുക, അത്രയൊക്കെ ഉള്ളൂ. ഞാൻ വേറൊരു ആംഗിളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ. അതായത് എന്തായാലും എയർഫോഴ്സിലായിരുന്നല്ലോ വർഷങ്ങളൊക്കെ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ആ രീതിയിലൊന്ന് ചോദിക്കാം. അതായത് ഇപ്പോൾ വിമാനം പറത്തുക, റോക്കറ്റ് കണ്ടുപിടിക്കുക, ശൂന്യാകാശത്ത് പോവുക എന്നൊക്കെ പറയുന്നത് ആത്മീയതയുടെ ഭാഗമായിട്ട് വരുമോ, അതോ അത് നമുക്ക് വെറും ഭൗതികമായിട്ട് തള്ളിക്കളയാണ്? എല്ലാം വാസ്തവത്തിൽ ഞാൻ ഈ പറയുന്ന എൻ്റെ പല പുസ്തകങ്ങളും, ഉദാഹരണമായിട്ട് എൻ്റെ ഒരു നല്ലൊരു പുസ്തകമുണ്ട്, എയർ പ്ലോട്ട്, അതിൻ്റെ ടൈറ്റിലാണ്. പലരും അത് മിസ്റ്റേക്കുകൾ എയർപോർട്ട് എന്ന് വായിക്കും, അല്ല എയർ പ്ലോട്ട്. അതായത് നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ഈ എല്ലാം ഡേറ്റ ഫീഡ് ചെയ്യും. അതെ. അപ്പോൾ നമ്മൾ പോകുന്ന ഡയറക്ഷൻ, പോകുന്ന സ്പീഡ്, പോകുന്ന ഓൾട്ടിറ്റ്യൂഡ്, അതെല്ലാം അതിൽ വരും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ പൊസിഷൻ എവിടെയാണെന്നുള്ളൊരു അവയർനെസ് നമുക്ക് വേണം ഫ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വി മേ ഗെറ്റ് ലോസ്റ്റ്. അപ്പോൾ ഈ ഗ്രൗണ്ട് പൊസിഷൻ ചെക്ക് ചെയ്യും പലപ്പോഴൊക്കെ. അപ്പോൾ നമുക്ക് റഡാറിൽ ഇതൊക്കെ കാണാൻ പറ്റും, കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ട്രാക്കിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? വൈ ആർ വി ഹിയർ, വൈ നോട്ട് ഓൺ ദ ട്രാക്ക്? അപ്പോൾ പിന്നെ ചില ഡ്രില്ലുണ്ട്, കോമ്പസ് നോക്കുക, അത് നോക്കുക, ഇത് നോക്കുക. അപ്പോൾ കാരണം കണ്ടുപിടിച്ചു, ഞാൻ ഇൻസ്റ്റെഡ് ഓഫ് 075 ഐ ആം ഫ്ലൈയിങ് അറ്റ് 085 ഡയറക്ഷൻ. നമ്മൾ ഡയറക്ഷൻ ഉണ്ടല്ലോ, 0 to 360 ആണ്. അപ്പോൾ ഓരോ ഡയറക്ഷൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകണമെങ്കിൽ 018 020 ആണ് ഡയറക്ഷൻ. പിന്നെ ബാംഗ്ലൂരിൽ നമ്മൾ ഹൈദരാബാദിന് പോകണമെങ്കിൽ അതും അങ്ങനെ നോർത്തിലേക്കാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഡയറക്ഷൻസൊക്കെ ഉണ്ട്, അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ഇതെല്ലാം. അപ്പോൾ ഞാൻ കാണുന്നത് ഇതെല്ലാം ആത്മീയ തലത്തിലുണ്ട്. നമ്മൾ പോകുന്ന ഒരു ഡയറക്ഷൻ വേണം. ആ ഡയറക്ഷനിലേക്ക് നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അത് അവിടെയാണ് ഈ ഒരു ആനുവൽ റിട്രീറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയിരുന്ന്, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് മൗനമായിട്ടൊക്കെ ജീവിച്ച് ചിന്തിച്ച് നമ്മുടെ ഡയറക്ഷൻ ശരിയാക്കുന്ന, അത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഈ റിട്രീറ്റ് സെൻറ്റേഴ്സൊക്കെ അല്ലെങ്കിൽ ഗുരുക്കന്മാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും ഒക്കെ നമ്മളെ ഒത്തിരി സഹായിക്കും. അത് വേണം. അപ്പോൾ ഇതെല്ലാം ഈ ഫ്ലൈയിങ്ങിലാണെങ്കിലും ഡ്രൈവിങ്ങിലാണെങ്കിലും പ്രകൃതിയിലാണെങ്കിലും ഇതിൻ്റെ എല്ലാം ഒരു സിസ്റ്റമാറ്റിക്കായിട്ടാണ് പോവുക. എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ രാവിലെ സൂര്യൻ ഉദിക്കുന്നു, അതെന്നും കിഴക്കാ ഉദിക്കുന്നത്. പിന്നെ ഒരു സമയമുണ്ട്, അത് തോന്നുമ്പോഴല്ല ഉദിക്കുക. അപ്പോൾ ഇങ്ങനെ സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, അതോടുകൂടി പൂക്കൾ വിരിയുന്നു, അത് ഇതെല്ലാം സംഗതികളാണ് പ്രകൃതിയിൽ നടക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ എല്ലാം അതും പൂക്കളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അടഞ്ഞു, പക്ഷികളൊക്കെ കൂടേറി, മൃഗങ്ങൾ അവരുടെ ഇതിൽ പോയി. അപ്പോൾ അങ്ങനെയെല്ലാം നിയമം ഇതായിട്ട് നടക്കും. നമ്മൾ മാത്രമേ ഈ ആഹാരം കഴിക്കുക. ഇപ്പോൾ ഒരു മൃഗവും സാധാരണ സൂര്യൻ അസ്തമിച്ച ശേഷം മൃഗങ്ങളൊന്നും തിന്നാൻ പോകുന്നില്ല. നമ്മളാണ് ഈ പാതിരാത്രിക്ക് ഒഴിയുന്ന തട്ടും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മനുഷ്യൻ്റെ പ്രോബ്ലംസ്. ബേസിക്കലി നമ്മളുടെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് മറുപടി കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ ഓരോ ചെറിയ ചെറിയ പ്രോബ്ലംസിനുള്ള പ്രതിവിധികൾ, ക്രിയേറ്റീവ് സൊല്യൂഷൻ ടു ദ പ്രോബ്ലംസ്, അതാണിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ. അപ്പോൾ ഞാനൊരു ന്യൂ വിഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ വർഷങ്ങൾ മുമ്പ് ഒരു പുസ്തകം എഴുതിയായിരുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു പുതിയ മുഖം. പിന്നെ അതിനുശേഷമാണ് ഈ കോവിഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി നാൾ സമയം ഒത്തിരി കിട്ടി എനിക്ക്. അവിടെ ഞാനൊരു 3-4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആദ്യമേ എൻ്റെ ഒരു ബയോഗ്രഫിയാണ്, ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു പുസ്തകമുണ്ട്. എൻ്റെ തന്നെ ആ യാത്രയുടെ ഇതായിട്ട് വന്നു. പിന്നെ അതിനുശേഷമാണ് ദി ഇൻ്റഗ്രൽ റിനൈസൻസ് ഓഫ് ഇന്ത്യ
ഭാരതത്തിൻ്റെ സമഗ്ര നവോത്ഥാനം. കാരണം എനിക്ക് ഭാരതീയൻ എന്ന രീതിയിൽ വളരെ അഭിമാനിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ ഭാരതത്തിൻ്റെ സംസ്കാര പാരമ്പര്യവും ഭാരതത്തിൻ്റെ ആധ്യാത്മിക പൈതൃകവും ഒക്കെ എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഇത് മറ്റുള്ളവരുടെ നന്മയ്ക്കും, പ്രത്യേകിച്ച് ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഈ ഭാരതത്തിൻ്റെ ഒരു ആധ്യാത്മിക പൈതൃകം വളരെ ആവശ്യമാണ്. അതുപോലെ ഈ സത്യം, അഹിംസ, അസ്തേയം, അപരിഗ്രഹം എന്നൊക്കെ പറയുന്ന നമ്മുടെ മഹാവ്രതങ്ങളും ഇതൊക്കെ നമ്മുടെ പാരമ്പര്യത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് മനുഷ്യ സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്കായി ഉപയോഗിക്കാം എന്നുള്ളൊരു യജ്ഞം കൂടി ഇതിലൊക്കെ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പല, ഇപ്പോൾ 5 ആശ്രമങ്ങളുണ്ട് ഭാരതത്തിൽ. അപ്പോൾ അതെല്ലാം 75 വയസ്സ് വരെ ഇതെല്ലാം ചെയ്ത്, അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഇനിയൊരു വിറ്റ്നസ്സിങ് വാല്യൂ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നാൽ പഠിപ്പിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ 2 സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരാൾ എക്കോ സ്പിരിച്വൽ ഹോസ്പിറ്റാലിറ്റിയെ പറ്റി പഠിക്കുന്നു, മറ്റേ ആൾ ഇന്നർ പീസ് മെഡിറ്റേഷൻ പഠിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ സേവനങ്ങൾ. കാരണം ഇത്രയൊക്കെ എഴുതിയിട്ടുണ്ട്, അറിയാം. നമ്മൾക്ക് തന്നിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ലല്ലോ, പൊതുവായ നന്മയ്ക്ക് മറ്റുള്ളവർക്ക്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ 2017 കേരളത്തിലേക്ക് മടങ്ങി വരുന്നത്. ഇപ്പോൾ 9 വർഷത്തോളമായി. കേരളത്തെ സംബന്ധിച്ച് നമുക്കൊരു പുതിയ നേതൃത്വം ആവശ്യമുണ്ട്. ഒരു എൻലൈറ്റൻഡ് ലീഡർഷിപ്പ്, അതായത് പ്രകാശിത അല്ലെങ്കിൽ പ്രബുദ്ധ നേതൃത്വം. ഈ കള്ളന്മാരുടെ ഒരു വലിയ നേതൃത്വമല്ല വേണ്ടത് നമുക്ക്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നേതൃത്വവും അത്തരം നേതൃത്വമല്ല നമുക്ക് വേണ്ടത്. അവിടെയാണ് ക്രിസ്തുദേവൻ്റെ പ്രസക്തി വീണ്ടും ഞാൻ കാണുന്നത്. ഒരു സെർവൻ ലീഡർഷിപ്പ്. അപ്പോൾ ലേൺ ഫ്രം മീ, ഐ ആം ഹംബിൾ ആൻഡ് മീക്ക്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ നേതൃത്വ പരിശീലനം നമുക്ക് എല്ലാ രംഗങ്ങളിലും കടന്നു വരണം. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്തും സാമ്പത്തിക രംഗത്തും മതരംഗത്തും. എക്കണോമിക്, പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ, ഇത് മൂന്നുമാണല്ലോ പ്രധാനപ്പെട്ട ഘടകങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ അതാണിപ്പോൾ ഞാനിപ്പോൾ അക്കാഡമി ഓഫ് എൻലൈറ്റൻഡ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ ദൈവകൃപ അക്കാഡമിയാണ്. ഇപ്പോൾ ഞാൻ ദൈവകൃപയിലേക്ക് കേന്ദ്രീകരിച്ചിട്ടാണ്. പിന്നെ ഒരു ചെറിയ സംഘടനയ്ക്ക് വീണ്ടും രൂപം കൊടുത്തിട്ടുണ്ട്, ദൈവകൃപ സ്നേഹ സംഘം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് കേന്ദ്രീകരിക്കുന്നത്. 1 ദൈവകൃപ, 2 സ്നേഹം. ഈ ദൈവകൃപയിൽ വളരാതെ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. എല്ലാ മഹത്തായ പ്രസ്ഥാനങ്ങളും ദൈവത്തിൻ്റെ കൃപയാലാണ് നടന്നിട്ടുള്ളത്. മദർ തെരേസ പറയായിരുന്നു, ദ ഗ്രേറ്റ് തിങ്സ് ഇൻ ദ വേൾഡ് ഇസ് അച്ചീവ്ഡ് ബൈ നോട്ട് ബൈ ഗ്രേറ്റ് പീപ്പിൾ ബട്ട് ബൈ കോൺസിക്രേറ്റഡ് പീപ്പിൾ. അതായത് നമ്മൾ ഈശ്വര സമർപ്പിതമായി പ്രവർത്തിക്കുന്നവരിലൂടെയാണ് മഹത്തായ കാര്യങ്ങൾ നടക്കുന്നത്. അല്ലാതെ മനുഷ്യൻ്റെ ബുദ്ധി മാത്രം ഉപയോഗിച്ചുകൊണ്ടൊന്നല്ല.